മേഘ്ന, എന്തായിരുന്നു സ്പില്ലേജ്? എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? സബ്സ്റ്റൻസസോ മെറ്റീരിയൽസോ സ്റ്റോറേജ് സ്പേസിൽ നിന്ന് ലീക്കേജ് ഉണ്ടാകുമ്പോൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയും. ഏതെങ്കിലും ഒരു ഐറ്റമോ മെറ്റീരിയലോ അതിന്റെ പ്ലേസിൽ നിന്നോ കണ്ടെയ്നറിൽ നിന്നോ ലീക്ക് ചെയ്യുന്നതിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഹർഷ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഹർഷ പറഞ്ഞു, എന്താണ്? ഒരു മെറ്റീരിയൽ സ്റ്റോറേജിലേക്ക് നിന്നും എസ്കേപ്പ് ആവുന്നതിന് അതായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് ഏതൊക്കെയായിരുന്നു? അതുമായിട്ട് infection, chemical exposure, radiation exposure, environmental pollution, legal and financial responsibility. അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഈ ഹോസ്പിറ്റൽസിൽ ഇത്തരം സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സ് ഏതൊക്കെയായിരുന്നു സോഴ്സ്? മെഡിക്കൽ പ്രൊസീജിയർ. മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണത്? ഡ്യൂറിങ് സർജറീസ്. ഓക്കെ, മെഡിക്കൽ പ്രൊസീജിയർ. ഓക്കെ, സർജറി ടൈമിലായിരിക്കാം. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആൻഡ് ഡയാലിസിസ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഏതായിരുന്നു? മെഡിക്കൽ പ്രൊസീജിയർ ഒരു സോഴ്സ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഏതായിരുന്നു? സോഴ്സ് ഏതായിരുന്നു? ഓക്കെ, ലബോറട്ടറി ടെസ്റ്റിംഗ്. ഓക്കെ, പിന്നെ ഏതായിരുന്നു? പേഷ്യന്റ് കെയർ. ഓക്കെ, ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഇത്തരം വേസ്റ്റ്, സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏതായിരുന്നു? Equipments. And medical equipment ഒരു സോഴ്സ് ആണ്. The last one is Pills in course of transport. സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, ലീക്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇവിടം വരെ ആയിരുന്നില്ല ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അതെ മാം. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ റീഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീഡ് ചെയ്തിരുന്നോ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസിൽ എന്താണ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ നോക്കാം. ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ക്യാൻ ബി ഡിഫറെന്റ് ടൈപ്സ് and each type needs specific handling and disposal procedures. ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വേസ്റ്റ് ഉണ്ട്, സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഓരോ വേസ്റ്റിനെയും നമ്മൾ എന്താണ് ഓരോ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതും ഡിസ്പോസ് ചെയ്യേണ്ടതും. അപ്പൊ ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ കാണുന്ന ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ്? ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്? ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർട്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഓക്കെ, ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ കാണുന്ന സ്പില്ലേജ് വേസ്റ്റ്? ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. പിന്നെ കെമിക്കൽസ്, ഷാർട്സ്. ഓക്കെ, പിന്നെന്താണ്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ആക്റ്റീവ് മെറ്റീരിയൽസ്. ദെൻ ഓർഗാനിക് മെറ്റീരിയൽസ്. എന്താണ് ഓർഗാനിക് മെറ്റീരിയൽസ്? അവയവങ്ങൾ. ഓർഗാനിക് മെറ്റീരിയൽസ്, മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ ഡിഫറെന്റ് ബാക്ടീരിയാസ്, വൈറസ് ഒക്കെ ഡയഗ്നോസിസ് ടൈമിൽ പ്രോസസ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്ന ഈ ബാക്ടീരിയാസ്, വൈറസ്, അതിനെയാണ് ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തോ ക്ലിയർ ആയില്ല? എന്തായിരുന്നു മെസ്സേജ് ചെയ്തത്? മാമിന്റെ ക്ലാസ് ഞാൻ ഫസ്റ്റ് ആണ്. ആരത്? റംല. ഓക്കെ, റംല. മാഡത്തിന്റെ ക്ലാസ് ഞാനും ഫസ്റ്റ് ആട്ടോ. അതെന്തല്ല കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എന്തൊക്കെയാ? മാഡം ലേറ്റ് ആയിട്ടാ ക്ലാസ്സിൽ കയറി. ആണോ? ഓക്കെ. റംല ആണോ? റംല. ഇത് റംല. മാം മറ്റേ പേരെന്താ മാമിന്റെ? എന്റെ പേര് ശരണ്യ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, പിന്നെ ഏതൊക്കെയായിരുന്നു? കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ദെൻ ഓർഗാനിക് മെറ്റീരിയൽസ്. ക്ലിയർ ആയോ?
ബാക്ടീരിയാസ്, വൈറസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ദെൻ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ്? ലെഡ്, അല്ലെങ്കിൽ ഏതാണ്? മെർക്കുറി. ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ ഇത്തരത്തിലുള്ള ലെഡ്, മെർക്കുറീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് എന്താണ്? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഏതാണ്? വേസ്റ്റ് ഏതൊക്കെയാന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പൊ ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. സലൈവ, ടിയേഴ്സ് ഒക്കെ പോലുള്ളത്, യൂറിൻ ഒക്കെ പോലെ. ഓക്കെ, ക്ലിയർ ആയില്ല മെസ്സേജ്? ഓക്കെ, അപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒരു ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ്. നെക്സ്റ്റ് ഏതാണ്? കെമിക്കൽസ്. ഓക്കെ, കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതിന്റെ ലീക്കേജ് ഉണ്ടാകാം. ദെൻ ഷാർപ്സ്, ഓക്കെ, സിസേഴ്സ് ഒക്കെ ഇല്ലേ, അതേപോലെ ഷാർപ്സ് ഒബ്ജക്ട്സിന്റെ ലീക്കേജ് ഉണ്ടാവാം. ദെൻ ഏതാണ്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. പിന്നെന്താണ്? ഓർഗാനിക് മെറ്റീരിയൽസ്, ബാക്ടീരിയ, വൈറസ് പോലുള്ളവ. പിന്നെന്താണ്? അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസിലാണ് നമ്മുടെ ലെഡ്, മെർക്കുറി ഒക്കെ വരുന്നത്. ഓക്കെ, ഈ PDF എല്ലാവരുടെ കയ്യിലില്ലേ? ഓക്കെ, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ എന്താണ്? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. PDF ഇല്ലാത്തവർ പ്രിന്റ് ചെയ്തെടുക്കുക. ഓക്കെ, പ്രിന്റ് എടുക്കുക അതിന്റെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ ഇത് തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ PDF എന്തായാലും പ്രിന്റ് എടുത്ത് കൈവശം വെക്കാം. നോട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ലെക്ചർ നോട്ട്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി പോകാം. ഞാൻ പറയുന്നതിനനുസരിച്ച് പുതിയ ടേം ഒക്കെ കേൾക്കുകയാണെങ്കിൽ അത് എഴുതി പോകാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്തോട്ടെ റംസിയ. അപ്പോൾ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് in hospitals as it can have serious after effect if not managed properly. അതായത് എന്താ പറയുന്നത്? വേസ്റ്റ്, നമുക്ക് ഈ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുന്ന ഈ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താ ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അത് ദോഷകരമായി ബാധിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രോപ്പർ ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്? ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അതിന് ചില സ്റ്റെപ്സ്, ഹോസ്പിറ്റൽസിന് ചില സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ്? ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ദ ഫോളോവിങ് സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. നോട്ട് ചെയ്തോ? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതിലെന്താ പറയുന്നത്? Hospitals should prepare a plan in place for responding to leakage, which identify the type of spillage, evaluate the risk, and carry out apt measures to contain and clean up the leakage. എന്താണ്? ഹോസ്പിറ്റൽസിന് ഇതിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കേട്ടില്ല രമ്യ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസിന് ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഹോസ്പിറ്റൽസിന് ഇതിനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. എന്തിന്റെ പ്ലാൻ ഉണ്ടായിരിക്കണം? എന്തിനെ കുറിച്ചൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം? ഏതാണ്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്. നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് പഠിച്ചില്ലേ? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്. അപ്പം അതിൽ ഏത് സ്പില്ലേജ് ആണ് ലീക്കേജ് ഉണ്ടായിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. ഓക്കെ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്. പിന്നെന്താ പറയുന്നത്? ഇവാലുവേറ്റ് ദ റിസ്ക്. അത് സ്പ്രെഡ് ആയാൽ ഉണ്ടാകാവുന്ന റിസ്ക് എന്തൊക്കെയാണ്? മാം സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യോ? സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവോ റിജു? ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇതിന്റെ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. തേർഡ് പേജ്, പേജ് നമ്പർ 3. പേജ് നമ്പർ 3. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ,
അപ്പൊ എന്താണ്, ഹോസ്പിറ്റൽസിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ അതിൽ ഉണ്ടായിരിക്കണം? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്, ഏത് സ്പില്ലേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. പിന്നെന്താണ്, ഇവാലുവേറ്റ് ദ റിസ്ക്, ആ സ്പില്ലേജ്, ആ വേസ്റ്റ് കൊണ്ട്, ആ വേസ്റ്റ് സ്പ്രെഡ് ആയാൽ ഉണ്ടാകാവുന്ന റിസ്ക് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, പിന്നെന്താണ്, ആൻഡ് ക്യാരി ഔട്ട് ആക്ട് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്, ആ സ്പ്രെഡ് ആവാതെ, അത്തരം സ്പില്ലേജസ് സ്പ്രെഡ് ആകാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ആ ഏരിയ എങ്ങനെ ക്ലീൻ ആക്കാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഹോസ്പിറ്റൽസിന് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻസ് ഇൻ പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്സ്. എന്താണ് പറയുന്നത്? പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്സ്, ആപ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഏതൊക്കെയാണത്? ഹോസ്പിറ്റൽ ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ് സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഈ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അബ്സോർബന്റ് പാഡ്സ്, സ്പില്ലേജിന്റെ സ്പ്രെഡ് ഉണ്ടായാൽ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാകണം. ദെൻ നമുക്ക് ഡയറക്റ്റ് ബോഡിയിൽ തട്ടാതിരിക്കാനായിട്ട് ഗ്ലൗസ് അല്ലെങ്കിൽ എന്താണ് ഗൗൺസ്, പിന്നെന്താണ് ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക് ഒക്കെ. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയും, PPE. ഓക്കെ, ഇത് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ, ദ തേർഡ് വൺ ഈസ് ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. എന്താണ്? ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്. All hospital staff should be given training on how to respond to leakage and how to use leakage. ക്ലിയർ അല്ല? ആർക്കാ ക്ലിയർ അല്ലാത്തത്? റംസിയ. ഓക്കെ, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിന് എന്താ ട്രെയിനിങ് കൊടുക്കണം നമുക്ക്. ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. എന്താണ്? ഓൾ ഹോസ്പിറ്റൽസ് ഷുഡ് be given training on how to respond to leakage and how to use leakage response equipments. ഈ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്തിലൊക്കെ ട്രെയിനിങ് കൊടുക്കണം? ഇങ്ങനെ ഒരു സ്പില്ലേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പ്രെഡ് ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സ്റ്റാഫിന് വോയിസ് കട്ട് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെയാണോ? റംസിയക്ക് മാത്രമേ ഉള്ളോ? ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്താണ്, അവിടെ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫിന് അതിനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് എന്തായിരുന്നു? ഹാവ് എ സ്റ്റെപ്സിൽ ഫസ്റ്റ് ഏതായിരുന്നു? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഹോസ്പിറ്റൽസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്, ഓക്കെ, അതിന്റെ റിസ്ക് അതുമൂലം ഉണ്ടാകുന്ന റിസ്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണം. പിന്നെന്താണ്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ്, എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെന്തായിരുന്നു? ട്രെയിൻഡ് സ്റ്റാഫ്സിന് ട്രെയിനിങ് കൊടുക്കണം. എന്തിനൊക്കെ? ഇതെങ്ങനെ സ്പ്രെഡ് ആകുന്നത് തടയാം, അല്ലെങ്കിൽ എന്താണ് ഈ എക്യുപ്മെന്റ്സ്, ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഫോർത്ത് പോയിന്റ് എന്താണ്? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. എന്താണ്? ലീക്കേജ് കണ്ടെയ്ൻമെന്റ് refers to the process in which spillage or leakage of a liquid or other dangerous materials is kept within a blockade. That means spill containment actually stopping and preventing a spill from spreading. അതായത് ഇപ്പൊ ഒരു ലിക്വിഡിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? അതിനെ തടഞ്ഞു നിർത്തുന്ന പ്രക്രിയയാണ് നമ്മൾ സ്പില്ലേജ് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസോ സ്പ്രെഡ് ആയാൽ അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ തടഞ്ഞു നിർത്തുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓഷ്യനിലേക്ക് ഓയിലിന്റെ സ്പ്രെഡ് ആയാൽ ഓയിൽസ് സ്പ്രെഡ് ആയാൽ എന്താ ഒരു എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യും. കണ്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ പേര്? ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം.
കണ്ടിട്ടുണ്ടോ? ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഓയിൽ ദൂരത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ് ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം ആണ് കേട്ടോ, ബൂം. ക്ലിയർ ആയോ? അപ്പോ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ഓയിൽ ബോട്ടിൽ മറിഞ്ഞു, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനാണോ ശ്രമിക്കുന്നത്? അത് നമ്മൾ വൈപ്പ് ചെയ്തല്ലേ എടുക്കാറ്, ആണോ? അല്ലേ? ഇപ്പോ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമ്മൾ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ, ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ സ്പ്രെഡ് ചെയ്യാതെ ഈ സ്പില്ലേജിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഫിഫ്ത് വൺ ആണ് ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ പ്രോപ്പർ മാനർ. ഈ വേസ്റ്റ് എങ്ങനെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ. ഫോർത്ത് പോയിന്റ് ഒന്നുകൂടി പറയാട്ടോ. ഓക്കെ, എങ്ങനെയായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? എല്ലാ ലോക്കൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും പാലിച്ചായിരിക്കണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഫിഫ്ത് പോയിന്റ് ക്ലിയർ ആയോ? വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസീസും പാലിച്ചായിരിക്കണം നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആ സ്റ്റെപ്സ് ക്ലിയർ ആയോ? 5 സ്റ്റെപ്സ് ഉണ്ട്. ഈ 5 സ്റ്റെപ്സും ക്ലിയർ ആണോ? തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ 5 സ്റ്റെപ്സ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്നും അതുമൂലം ഉണ്ടാകുന്ന റിസ്ക് ഏതൊക്കെയാണെന്നും ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ആപ്റ്റ് ആയിട്ടുള്ള ലീക്കേജ് തടയാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. വിച്ച് ഇസ് ഏതൊക്കെയാണ്? PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ദെൻ ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കണം. ഓക്കെ, ഈ ലീക്കേജ് എങ്ങനെ സ്പ്രെഡ് ആകാതെ തടയാം എന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചും ഹോസ്പിറ്റൽ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. എന്താണ് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? അതായത് ചിലപ്പോൾ ലിക്വിഡ് ആയിരിക്കാം സ്പ്രെഡ് ആകുന്നത്. ഇത് സ്പ്രെഡ് ആകാതെ ബ്ലോക്ക് ചെയ്യില്ലേ, തടയില്ലേ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്പ്രെഡ് ആവുന്ന ലീക്കേജിനെ അല്ലെങ്കിൽ സ്പില്ലേജിനെ, ആ മെറ്റീരിയൽസിനെ സ്പ്രെഡ് ആകാതെ, ഓക്കെ, ദൂരത്തേക്ക് സ്പ്രെഡ് ആകാതെ തടയുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചില മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം. നമ്മൾ നേരത്തെ ഓയിലിന്റെ കേസ് പറഞ്ഞ പോലെ വൈപ്പ് ചെയ്തെടുക്കില്ലേ, അതേപോലെ ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ യൂസ് ചെയ്യുന്ന ഈ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ യൂസ് ഏതാണ്? പ്രോപ്പർ ആയിട്ടുള്ള അബ്സോർബൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എന്തിൽ നിന്നും ഇത് സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണോ? ദെൻ ഫിഫ്ത് പോയിന്റ് എന്തായിരുന്നു? ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ പ്രോപ്പർ മാനർ. എന്താണ്? എങ്ങനെയായിരിക്കണം ഈ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് 5 എണ്ണം ക്ലിയർ ആണോ? രണ്ടാമത്തെ ഒന്ന് എന്താണ്? പ്രൊവൈഡ് പറഞ്ഞുതരാം. ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഗ്ലൗസ്, PPE എന്ന് പറയും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നത് നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ സ്റ്റാഫ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിരിക്കാം. ഇവരെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ കൊറോണ ടൈമില്, കോവിഡ് ടൈമിൽ നമ്മൾ എന്താണ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തില്ലേ? ഈ കോവിഡിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടി മാസ്ക് ഒക്കെ യൂസ് ചെയ്തില്ലേ? അതേപോലെ ഇത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫിനെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചില PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഓക്കെ, അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സ് വരുന്നത്? മാസ്ക് ആയിരിക്കാം, ഗ്ലൗസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ്. ഓക്കെ,
ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. അപ്പൊ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാണ്? മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? പേര് പറഞ്ഞല്ലോ. റംസി ആണോ? റംസിയ. ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ? റംസിയ, ഏതൊക്കെയായിരുന്നു? ഷംസിയുടെ മെസ്സേജസ് കണ്ടായിരുന്നല്ലോ. എവിടെ പോയി? അവയെ ലീഗ് റെസ്പോൺസിബിലിറ്റീസ്. എന്തോ? എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് ചോദിച്ചത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ആർക്കെങ്കിലും പറയാവോ? രമ്യ. രമ്യ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഏതൊക്കെയായിരുന്നു അത്? blood and fluid. Okay, blood and body fluids. Okay, then chemicals. Organic material like bacteria. Radioactive materials. Okay. Shards. Radioactive materials. Organic materials. Okay. അപ്പൊ അതില് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജിനെ കുറിച്ചാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് pivotal. സ്ക്രീനിലെ മാറ്റാവോ? സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ ഓക്കെ. റിജോ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് pivotal. എന്താണ് പറയുന്നത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജിലൂടെ എന്തിന് കാരണമാകുന്നുണ്ട്? ഇൻഫെക്ഷ്യസ് ഡിസീസസ് പകരാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്, മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ലാസ്റ്റ് പാരഗ്രാഫ്. റിജോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ്. ഓക്കെ, പിവറ്റൽ മീൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡിന്റെ ലീക്കേജ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസിന് കാരണമാകുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഏതൊക്കെയായിരിക്കാം? HIV, ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ഈ വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എ ബോഡി ഫ്ലൂയിഡ് ആസ് എനി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ produced by or excreted from the human body which includes. ഏതൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സ്? നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് പുറന്തള്ളുന്നതുമായോ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ്. അതേതൊക്കെയാണ്? സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്. ഓക്കെ, ഇത്രയും കോമൺ ആണ്. then ഏതാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF. എന്താണ് CSF? ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ഫ്രം സ്പൈനൽ. ഓക്കെ, എന്താണ് CSF? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് CSF. എന്താണത്? നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ചുറ്റും കാണപ്പെടുന്ന, നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് CSF.
ക്ലിയർ ആയോ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന, ബ്രെയിനിനും സ്പൈനൽ കോഡിനും ചുറ്റും കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF. ക്ലിയർ ആയോ? ദെൻ സെമൻ എന്താണ്? സെമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിനും ഉള്ളിലായിട്ടാണ്, അതിന് ചുറ്റുമാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ബ്രെയിനിനും സ്പൈനൽ കോഡിനുള്ളിലും കാണപ്പെടുന്ന, അതിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് CSF. ഇത് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് CSF. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സെമൻ എന്താണ്? സെമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. ഓക്കെ, കിട്ടിയോ? നോട്ട് ചെയ്തോ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്, സെമൻ. ദെൻ വജൈനൽ ഫ്ലൂയിഡ് എന്താണ്? വജൈനൽ ഫ്ലൂയിഡ്. വജൈനൽ ഫ്ലൂയിഡ് എന്താണ്? അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് വജൈനൽ ഫ്ലൂയിഡ്. അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ഫ്ലൂയിഡ്, അതാണ് വജൈനൽ ഫ്ലൂയിഡ്. അപ്പൊ CSF, സെമൻ, വജൈനൽ ഫ്ലൂയിഡ് നോട്ട് ചെയ്തോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? സെമൻ ഒന്നും കൂടെ പറയാം മിസ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. മെയിലാണോ? മെയിൽ, MALE, മെയിൽ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ്? പ്രഗ്നന്റ് വുമൻസിന്റെ പ്രഗ്നൻസി ടൈമിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, പ്രഗ്നൻസി ടൈമിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഫീറ്റസിന് ചുറ്റും കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. കിട്ടിയോ? അപ്പൊ CSF എന്തായിരുന്നു? CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ചുറ്റുമാണ് അതിന്റെ പറയാം. അതെന്താണ്? നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. എന്തായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. വജൈനൽ ഫ്ലൂയിഡ് എന്തായിരുന്നു? എവിടെ നിന്നാണ്? ഒരു ഫ്ലൂയിഡ്. മ്യൂട്ട് ചെയ്തോളൂ. ചേച്ചി ഇപ്പഴാണ് വന്ന? ഞാൻ അവിടെ വന്നായിരുന്നു. കഥ തുറന്നോളൂ. ഞങ്ങള് പോവാ കേട്ടോ വൈകിട്ട്. മ്യൂട്ട് ചെയ്യോ റംസിയ? ആ മേഡം. മ്യൂട്ട് ചെയ്യോ? മ്യൂട്ടല്ലേ? ഓക്കെ, നിങ്ങളൊരു മ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആവും, മറ്റുള്ളവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു? സെമൻ കിട്ടിയില്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. ദെൻ വജൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ്? ഫീറ്റസിന് ചുറ്റും കാണപ്പെടുന്ന, ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ്. പ്രഗ്നൻസി വുമണില് ഫീറ്റസിന് ചുറ്റും കാണപ്പെടുന്ന, ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ക്ലിയർ ആണോ? ഒരു സ്ലൈറ്റ്ലി യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണിത്. ഓക്കെ, ലിക്വിഡ്. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ്? സറൗണ്ട്സ് ദ ലങ്സ്. ഓക്കെ. എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ്? എന്താണ്? ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്ലൂറ.
ഈ പ്ലൂരയില് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. കിട്ടിയോ? ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിൻ പാർട്ടാണ് പ്ലൂര. ഈ പ്ലൂരയില് കാണപ്പെടുന്ന ലിക്വിഡ് ആണ് എന്തെന്ന പ്ലൂറൽ ലിക്വിഡ് അല്ലെങ്കിൽ പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, ക്ലിയർ ആണോ? കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂര എവിടെ കാണപ്പെടുന്നത്? ചെസ്റ്റിന്റെയും ലങ്സിന്റെയും ഉള്ളിൽ കാണപ്പെടുന്ന ഒരു തിൻ പാർട്ട് ഉണ്ട്. ഈ പാർട്ടാണ് പ്ലൂര എന്നറിയപ്പെടുന്നത്. പ്ലൂരയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, പിന്നെന്തായിരുന്നു? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ബിഫോർ ദ പ്ലൂറൽ ഫ്ലൂയിഡ് ഇറ്റ് ഹെൽപ്സ് friction between the lungs and the chest wall during breathing movements. അപ്പോൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഈ ചെസ്റ്റിന്റെയും ലങ്സിന്റെയും ഫ്രിക്ഷൻ കുറക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രിക്ഷൻ കുറയ്ക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഏത്? പ്ലൂറൽ ഫ്ലൂയിഡ്. കിട്ടിയോ? മാഡം പ്ലൂറൽ ഫ്ലൂയിഡ് ഒന്നും കൂടി ഒന്ന് പറയുമോ? പറയാം. ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിൻ പാർട്ടാണ് പ്ലൂര. പ്ലൂരയില് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. helps reduce friction between. അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? റംസിയ, ഓക്കെ, ഇതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഫ്രിക്ഷൻ ബ്രീത്തിങ് ടൈമിൽ ചെസ്റ്റിനും ലങ്സിനും ഉണ്ടാകുന്ന ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ദ ചെസ്റ്റ് വാൾ ഡ്യൂറിങ് ബ്രീത്തിങ് മൂവ്മെന്റ്. ഓക്കെ, കിട്ടിയോ? അത് എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ്? മാം ഒന്ന് പയ്യെ പറഞ്ഞു തരാമോ എഴുതാൻ? ഓക്കെ. ഏതാണ്? പ്ലൂറൽ ആണോ പ്ലൂറൽ ഫ്ലൂയിഡ് ആണോ? അതെ. എന്താണ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റില്ലേ? ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് friction between the lungs and the chest wall during breathing movement. ലെൻസ് ആണ് ലെങ്ത് ആണ്? lungs and chest wall. ഫ്രിക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് ബോൾസ്. Okay. It helps reduce friction between the lungs and chest wall during breathing movements. ബ്രീത്തിങ്ങിന്റെ ടൈമില് ചെസ്റ്റ് ബോളിലും ലങ്സിലും ഉണ്ടാകുന്ന ഈ ഫ്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കിട്ടിയോ? ലങ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. എന്തോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. എന്താണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്? വയറില് അബ്ഡോമിനൽ കാവിറ്റീസ്. അബ്ഡമന്റെ ഉദരാശയത്തിനുള്ളിലെ ഒരു ഭാഗമാണ്. ഉദരാശയത്തിനകത്തുള്ള ഒരു പാർട്ടാണ് പെരിറ്റോണിയൽ അറ. ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പ്ലീസ് മ്യൂട്ട്. എല്ലാവർക്കും മുട്ടായി കൊടുത്തുക്കാ. പ്ലീസ് ആരാ മുട്ടായി കൊടുത്ത്? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഞാൻ കൊടുത്ത മ്യൂട്ട് ചെയ്യാമോ? ഇവിടെ വന്നിട്ടല്ലേ മുറിക്കാവോ? മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? മ്യൂട്ട്. ആരത്? റഹ്മത്ത, പ്ലീസ് മ്യൂട്ട്.
ഓക്കെ, ഓക്കെ പറഞ്ഞോട്ടെ. അപ്പോ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താണ്? A clear and watery fluid ആണ് that fills the peritoneal cavity. പെരിറ്റോണിയൽ അറയിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, which is the space within the abdomen. നമ്മുടെ ഉദരാശയത്തിനുള്ളിലുള്ള ഒരു പാർട്ടാണ് പെരിറ്റോണിയൽ അറ. ഈ പെരിറ്റോണിയൽ അറയിലുള്ള ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. കിട്ടിയോ? ഓക്കെ, പിന്നെ ബൈൽ എന്താണ്? ബൈൽ കിട്ടിയില്ല. വൺ മോർ. ഓക്കെ, പറഞ്ഞുതരാം. A clear and watery fluid that fills the peritoneal cavity. A clear and watery fluid that fills the peritoneal cavity. Cavity, C-A-V-I-T-Y, cavity, which is the space within the abdomen. Which is the space within the abdomen. എന്താണ് പറയുന്നത്? നമ്മുടെ ഉദരാശയത്തിനുള്ളിലുള്ള ഒരു പാർട്ടാണ്, ഒരു ഏരിയ ആണ് പെരിറ്റോണിയൽ അറ. ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. മാം ക്യാവിറ്റി കഴിഞ്ഞിട്ടൊന്ന് പറയാമോ? Which is the space, S-P-A-C-E, space within the abdomen. A-B-D-O-M-E-N, abdomen. ഓക്കെ, എന്താണ്? പറയാമോ? A clear and watery fluid. A clear and watery fluid that fills the peritoneal cavity. Peritoneal, P-E-R-I-T-O-N-E-A-L, peritoneal cavity, C-A-V-I-T-Y, peritoneal cavity, which is the space, S-P-A-C-E, which is the space within the abdomen. Within the abdomen, A-B-D-O-M-E-N. കിട്ടിയോ? അബ്ഡമെന്റിന്റെ മീനിങ് നമ്മുടെ ഉദരാശയം, വയറ് പറയില്ലേ, നമ്മുടെ ഉദരാശയത്തിനുള്ളിലുള്ള അറയാണ് പെരിറ്റോണിയൽ അറ. ഓക്കെ, അപ്പോ ഈ ആ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് എന്തെന്ന്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. കിട്ടിയോ? നെക്സ്റ്റ് എന്താണ്? ഓക്കെ അല്ലേ? അപ്പോ എന്റെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഓക്കെ അല്ലേ? സ്പീഡ് കുറച്ച് പറയണം കേട്ടോ മാം. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ. ഓക്കെ മാം. ഓക്കെ, പെരിറ്റോണിയൽ ഫ്ലൂയിഡ് കിട്ടിയില്ലേ? എഴുതിയില്ല എല്ലാവരും? ഓക്കെ, ബൈൽ എന്താണ്? ബൈൽ പിത്തരസം. ഓക്കെ, പിത്തം. പിന്നെ വൊമിറ്റ്, പസ്, അതൊക്കെ അറിയാലോ എന്താണെന്ന്. അപ്പൊ ഇത്ര ഓക്കെ, അതൊക്കെ അറിയാലോ. അപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ്. അപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് കിട്ടിയില്ലേ? ഏതൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്? ഓക്കെ, അപ്പൊ ഇതുമായിട്ട്, ഈ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ചില മെത്തേഡ്സ് അല്ലെങ്കിൽ ചില സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഏതൊക്കെയാണ്? എന്താണ് അത് ചെയ്യേണ്ടത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് എന്താ പറയുന്നത്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ്? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യുക. പേഴ്സൺ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, PPE. നേരത്തെ പറഞ്ഞില്ലേ PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ് PPE? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, കിട്ടിയോ? PPE. ഓക്കെ, അപ്പോ എന്താണ് അതിൽ ഏതൊക്കെയാണ് വരുന്നത്? സച്ച് ആസ് ഗ്ലൗസ്, ഗൗൺസ്
ആൻഡ് ഫേസ് ഷീൽഡ്. ഓക്കെ, ഗ്ലൗസ് വരാം, ഗൗൺസ് വരാം, ഫേസ് ഷീൽഡ് വരാം, മാസ്ക്. ഓക്കെ, ഇത് എക്സാമ്പിൾസ് ആണ്, PPE എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? ഗ്ലൗസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ്, പിന്നെ ഏതാണ്? മാസ്ക്. ഓക്കെ, ബിഫോർ അപ്രോച്ചിങ് ദ സ്പില്ലേജ് ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് ആരുമായിട്ടാണ് കൂടുതൽ കോണ്ടാക്ട് വരുന്നത്? ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിട്ടാണ് അല്ലെ? അപ്പൊ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ ഇത്തരം ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷസ് ഡിസീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതായത് PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, then contain the spill. എന്താണ് contain the spill? യൂസ്, നേരത്തെ contain the spill എന്തായിരുന്നു പറഞ്ഞത്? എന്താണ്? സ്പില്ല് സ്പ്രെഡ് ആവാതെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അപ്പൊ അതിനെങ്ങനെ സ്പ്രെഡ് ആവാതെ കൺട്രോൾ ചെയ്യാം? ഓക്കെ, യൂസ് അബ്സോർബൻ മെറ്റീരിയൽസ് such as towels or absorbent pads. ഏതൊക്കെയാവാം അബ്സോർബൻ മെറ്റീരിയൽസ്? പേപ്പർ ആവാം, ടവൽ ആവാം, അബ്സോർബൻ പാഡ്സ് ആകാം. ഓക്കെ, പുട്ട് ദം ഇൻ എ ബാഗ് ഓർ കണ്ടെയ്നർ മാർക്ഡ് ബയോഹസാർഡ്. ഇഫ് ദർ എനി ഗ്ലാസ് പീസസ് പ്രസന്റ്, മോർ പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പില്ലേജ് ഉണ്ടായാല്, വേസ്റ്റ് ഉണ്ടായാലും നമ്മൾ അതിനെ സ്പ്രെഡ് ആകാതെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താണ്? അബ്സോർബൻ പാഡ്സോ അല്ലെങ്കിൽ പേപ്പറോ ടവലോ യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ യൂസ് ചെയ്ത ഈ അബ്സോർബൻ മെറ്റീരിയൽസ് നമ്മൾ എവിടെ ഡിസ്പോസ് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് ടച്ചിൽ വന്ന എല്ലാ മെറ്റീരിയൽസും എന്താണ്? നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. എങ്ങനെയാണ്? ലേബിൾഡ് ചെയ്ത, ഡേഞ്ചർ എന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? കണ്ടെയ്ൻ ദ സ്പെൽ ക്ലിയർ ആയോ? ഒന്നുകൂടി പറയും മാം. പറയാം. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പില്ല് സ്പ്രെഡ് ആവാതെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന് അബ്സോർബൻ മെറ്റീരിയൽസോ പറയണം. മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഈ സ്പില്ല് സ്പ്രെഡ് ആവാതെ ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഈ കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞ എന്താണ്? ഈ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഈ സ്പില്ലിനെ, ഈ വേസ്റ്റിനെ, ഈ സ്പില്ലേജ് വേസ്റ്റിനെ കൺട്രോൾ ചെയ്യണം. എങ്ങനെ? സ്പ്രെഡ് ആകാതെ കൺട്രോൾ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അബ്സോർബൻ മെറ്റീരിയൽസ്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? അബ്സോർബൻ പാഡ്സ് ആകാം, ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ടിഷ്യൂ ആവാം, പേപ്പർ ആവാം. ഇത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അത് സ്പ്രെഡ് ആകുന്നത് തടയണം. കൂടാതെ എന്താണ് പറയുന്നത്? ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ എവിടെ ഡിസ്പോസ് ചെയ്യണം? നമ്മളെ ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ ആയോ? പ്ലീസ്. പോയോ? ക്ലാസ്സിൽ ഇല്ല. നോക്കി മാഡം, മ്യൂട്ട് ഓപ്ഷൻ കിടക്കുന്നു. ഓക്കെ, നിങ്ങൾ ടച്ച് ചെയ്യാൻ എന്തായാലും മൈക്ക് ഓൺ ആവില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു കണ്ടെയ്ൻ ദ സ്പില്ലിൽ എന്താ പറഞ്ഞത്? അനു, എന്തായിരുന്നു കണ്ടെയ്ൻ ദ സ്പില്ലിൽ പറഞ്ഞത്? സ്കില്ല് സ്പ്രെഡ് ആകാതെ ഉപയോഗിക്കുന്നതിനെയാണ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ആണോ? ഇത് ഡിസ്പോസ് ചെയ്യേണ്ട ബാഗിലോ ചെയ്തതിലോ ആണ്. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? സ്പില്ലേജ് സ്പ്രെഡ് ആകാതെ തടയണം, ഓക്കെ, കൺട്രോൾ ചെയ്യണം. സ്പ്രെഡ് ആയാൽ എന്താ പറ്റുന്നത്? ഹെൽത്തിനും നമ്മുടെ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അത് അഫക്ട് ചെയ്യും. അപ്പൊ അത് സ്പ്രെഡ് ആകുന്ന മുമ്പേ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന വൈപ്പ് ചെയ്തെടുക്കണം.
ഓക്കെ, നമ്മൾ ഓയിലിന്റെ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ അതിനെ കൺട്രോൾ ചെയ്യണം, വൈപ്പ് ചെയ്തെടുക്കണം, ആ ഏരിയ ക്ലീൻ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അബ്സോർബൻ മെറ്റീരിയൽസ്. ഈ അബ്സോർബൻ മെറ്റീരിയൽസിൽ ഏതൊക്കെയാണ് വരുന്നത്? അബ്സോർബൻ പാഡ് ആയിരിക്കാം, അതിനെ വലിച്ചെടുക്കാൻ കഴിയുന്ന അബ്സോർബൻ പാഡ്. ഓക്കെ, ആ ലിക്വിഡ് ആണെങ്കിൽ അതിനെ വലിച്ചെടുക്കാൻ കഴിയുന്ന അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, പേപ്പർ ആയിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ബ്ലഡുമായിട്ട് കോണ്ടാക്ട് വന്ന ഇത്തരത്തിലുള്ള ഈ മെറ്റീരിയൽസിനെ നമ്മൾ എവിടെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബൽ ചെയ്ത ഒരു ബാഗിലോ, അല്ലെങ്കിൽ എന്താണ്, ഡേഞ്ചർ എന്ന് ചെയ്തിട്ടുള്ള ഒരു ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അനു പ്ലീസ് മ്യൂട്ട്. അനു പ്ലീസ് മ്യൂട്ട്. ക്ലാസ് കേറാൻ പറ്റുന്നു. റംസിയ പ്ലീസ് മ്യൂട്ട്. റംസിയ. അനു പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു? കണ്ടെയ്ൻ ക്ലിയർ ആയോ? കണ്ടെയ്ൻ സ്കിൽ ക്ലിയർ ആണോ? റംസിയ. ഓ മേഡം, മേഡം ഞാൻ മ്യൂട്ട് ചെയ്തേക്കുവോ? എല്ലടാ, ഞാൻ പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, കണ്ടെയ്ൻ സ്കിൽ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. ആ ഏരിയ എങ്ങനെ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാമേ. ഓക്കെ, സ്ക്രീൻ സ്ക്രോൾ ചെയ്യാം റിജു. അപ്പൊ മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് ഇതുമായിട്ട് കോണ്ടാക്ട് വന്ന അബ്സോർബൻ മെറ്റീരിയൽസ്, ഈ ടിഷ്യൂസ് നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. ഓക്കെ, ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. ആ ഏരിയ നമ്മൾ എങ്ങനെ അണുവിമുക്തമാക്കണം? ഓക്കെ, ഡിസ്ഇൻഫെക്ട് ചെയ്യണം. എന്താണ്? an adequate elevation of both the gram positive and gram negative bacteria using 1% hypochlorite solution in case of blood and body fluid samples. ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സാമ്പിൾസിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താണ്, 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞു. എന്താണ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ? അതായത് ഗ്രാം സ്റ്റെയിൻ എന്നൊരു പ്രോസസ് ഉണ്ട്. ഈ ബാക്ടീരിയാസിനെ യൂസ് ചെയ്ത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട്, രോഗനിർണയം നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഈ ബാക്ടീരിയാസിനെ ഒരു മെത്തേഡാണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാം സ്റ്റെയിന് ശേഷം ഈ ബാക്ടീരിയാസ് 2 സെറ്റ് ഓഫ് കളേഴ്സിലോട്ട് ചേഞ്ച് ആവും. അപ്പോ ബ്ലൂ ഓർ പർപ്പിൾ. ഈ ഗ്രാം സ്റ്റെയിൻ ചെയ്യുന്ന ഈ ബാക്ടീരിയാസ് അതിനുശേഷം എന്താണ്, 2 കളർ സെറ്റിലോട്ട് ഇത് ചേഞ്ച് ആവും. ബ്ലൂ ഓർ പർപ്പിൾ ആണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. ബ്ലൂ ഓർ പർപ്പിൾ ആണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. അല്ലെങ്കിൽ പിങ്ക് ഓർ റെഡ് ആയിരിക്കും. പിങ്ക് ഓർ റെഡ് ആണെങ്കിൽ എന്താണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആണ്. ക്ലിയർ ആയോ? ബ്ലൂ ഓർ പർപ്പിൾ ആണെങ്കിൽ എന്താണ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. പിങ്ക് ഓർ റെഡ് ആണെങ്കിൽ എന്താണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആണ്. ക്ലിയർ ആണോ? എക്സ്ക്യൂസ് മീ മാം, അതാണോ അതിനൊരു എക്സാമ്പിൾ ആണോ? നമുക്ക് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സാമ്പിൾ കിട്ടുമല്ലോ കളർ ചേഞ്ച് നോക്കാൻ വേണ്ടി. പറയാം കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ഉണ്ട്. ഈ ഗ്രാം സ്റ്റെയിനിന് ശേഷം, ആ പ്രോസസ്സിന് ശേഷം ബാക്ടീരിയാസ് 2 കളറിലോട്ട് ചേഞ്ച് ആവുന്നുണ്ട്. ബ്ലൂ ഓർ പർപ്പിൾ കളർ ആണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. ഓക്കെ, ബ്ലൂ ഓർ പർപ്പിൾ ആണെങ്കിൽ ഗ്രാം പോസിറ്റീവും, റെഡ് ഓർ പിങ്ക് ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസുമാണ്. ഓക്കെ, അത്രയും മനസ്സിലായോ?
ബ്ലൂ ഓർ പർപ്പിൾ ആണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? പിങ്ക് ഓർ റെഡ് ആണ്. അപ്പൊ ഇത്തരം ബാക്ടീരിയാസിന് റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞില്ല, അതിന്റെ കളർ എന്താണ്? ബ്ലൂ ഓർ പർപ്പിൾ ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ ബാക്ടീരിയാസ്. ഓക്കെ, ഏതൊക്കെയാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾസ് ആണ്? ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസിസ്, നോക്കാർഡിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾ ആണ് ഈകോളി, വിബ്രിയോ കോളറ. ഓക്കെ, ഞാനിത് പിൻ ചെയ്തിട്ടേക്കാം കൂടെ ഇത് പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസിസ് ആൻഡ് നോക്കാർഡിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറ, ഈകോളി മുതലായവ. അപ്പൊ ഇത്തരം ഈ ബോഡി ഫ്ലൂയിഡ്സിനെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ഈ ഫ്ലൂയിഡ് സാമ്പിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? Then the area should be made clean using water and general purpose detergent allowed to air dry. ഓക്കെ, അതിനുശേഷം ഈ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്ത ഏരിയ, അതിനുശേഷം നമുക്ക് എന്താണ് ഡിറ്റർജന്റോ അല്ലെങ്കിൽ എന്താണ് ഡിറ്റർജന്റ് അലോ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ എയർ ഡ്രൈ അലോ ചെയ്യണം. ദെൻ പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഏതാണ്? ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ്. ഈ വേസ്റ്റ് നമ്മൾ എങ്ങനെ ഒഴിവാക്കണം? എങ്ങനെയാണ്? ഓൾ മെറ്റീരിയൽസ് that come in touch with blood and body fluid spills should be discarded as dangerous waste in labeled biohazard bags or container. ഇതുമായിട്ട് ഈ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ടോ ടച്ച് ചെയ്ത എല്ലാ മെറ്റീരിയൽസും നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മാം സ്പീഡാ മാം, ശരിക്കും ക്ലിയർ ആയിട്ട് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്പീഡാ മാം, സ്പീഡ് കൂടുതലാണ്. ഓക്കെ ട്രൈ ചെയ്യാം. സോറി കേട്ടോ. അപ്പോ റിഡ് ഓഫ് വേസ്റ്റ് എന്താണ്? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ടച്ച് ചെയ്ത മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഈ അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം, നേരത്തെ പറഞ്ഞില്ലേ, ടിഷ്യൂ ആയിരിക്കാം. ഓക്കെ, ഈ മെറ്റീരിയൽസ് നമുക്ക് തോന്നിയിടത്തേക്ക് വലിച്ചെറിയാൻ പാടുണ്ടോ? ഇല്ല, അതിന് പ്രോപ്പർ ആയിട്ടായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മളിത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. ഓക്കെ, ഹാൻഡ് ഹൈജീൻ മസ്റ്റ് ആണ്. ദെൻ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ സോഫ്റ്റ് ആയിട്ടുള്ള കാർപ്പറ്റ്, ഫർണിച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണ്? അത് ഡാമേജ് സംഭവിക്കാം അതിന്. ഓക്കെ, അപ്പോൾ ഈ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കാർപ്പറ്റ് അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഡിറ്റർജൻസോ അല്ലെങ്കിൽ എന്താണ് ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ സ്റ്റീംസോ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് ആ ഏരിയ നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യാം. ക്ലിയർ ആണോ അത്? അപ്പൊ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ഒന്നുകൂടെ പറയണം. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ചിലപ്പോൾ കാർപ്പറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചർ ഐറ്റംസ് ആയിരിക്കാം. ഇതിൽ നമുക്ക് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഡിസിൻഫെക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? അത് ഡാമേജ് ആയി പോകും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഡിറ്റർജന്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് ആ ഏരിയ, ആ മെറ്റീരിയൽസിന് ക്ലീൻ ആക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അതില് ബ്ലഡ്, സ്പീഡ് കൂടി പോകുന്നുണ്ട്, സോറി, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിനെങ്ങനെയാണ്
ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്? കുറച്ച് സ്റ്റെപ്സ് പഠിച്ചില്ലേ? ഏതൊക്കെയാണത്? ഏതൊക്കെയായിരുന്നു സ്റ്റെപ്സ്? ഏതൊക്കെയായിരുന്നു? ആകെ ലീക്കേജ് റെസ്പോൺസ് പ്ലാനിംഗ് പ്ലേസ്. എക്യുപ്മെന്റ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കണം. ഏതാണ് PPE? ഓക്കെ, എന്താണ് PPE? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതിലേതൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അത് ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഏത് പറയും? ഗ്ലൗസ്, ഗൗൺസ്, ഗ്ലൗസ് പറയാം, ഗൗൺസ് പറയാം, ഫേസ് ഷീൽഡ് പറയാം, മാസ്ക് പറയാം. ഓക്കെ, കണ്ടെയ്ൻഡ് സ്പിൽ. എന്താണ് കണ്ടെയ്ൻഡ് സ്പിൽ? കണ്ടെയ്ൻഡ് സ്കിൽ പറഞ്ഞാല് എന്താണ് കണ്ടെയ്ൻഡ് സ്പിൽ? യൂസ് ചെയ്യാ പേപ്പർ, ടവൽസ്, അതെല്ലാം ലേബിൾഡ് ആയിട്ടുള്ള ബാഗ്സില്. കണ്ടെയ്ൻഡ് സ്പിൽ എന്താണ്? സ്പ്രെഡ് ആവാതെ നമുക്ക് ആ സ്പില്ലിനെ, ആ വേസ്റ്റിനെ കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഓക്കെ, അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം, ടിഷ്യൂ ആയിരിക്കാം, പേപ്പർ ആയിരിക്കാം, ടവൽ ആയിരിക്കാം. ഓക്കെ, ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ എന്താണ്, എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബൽ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ഇതിനെ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വേസ്റ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്? യൂസിങ് ഹോട്ട് വാട്ടർ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമുക്ക് എന്താണ്, ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ സോഫ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ കാർപ്പറ്റ്സ് പോലുള്ളവ എങ്ങനെയാണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? ഹോട്ട് വാട്ടർ, യൂസിങ് ഹോട്ട് വാട്ടർ ഓർ സ്റ്റീം. നമ്മൾ ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഈ രണ്ട് ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എക്സാമ്പിൾസ് ഞാൻ കൂടെ അയച്ചിട്ടേക്കാം. ഓക്കെ, അയച്ചേക്കാം. മതിയോ? ഓക്കെ, മാം, ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവും എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിന്റെ മേളിലൊരു സെന്റൻസ് മാം പറഞ്ഞു, അതൊന്ന് പറയാമോ മാം? പ്രോസസ്സിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഗ്രാം സ്റ്റെയിൻ. ഓക്കെ, ഗ്രാം സ്റ്റെയിൻ പ്രോസസ് അല്ലേ? ഈ ഗ്രാം സ്റ്റെയിൻ പ്രോസസ്സ് അതിന് മുൻപുള്ളതൊന്നും പഠിക്കണ്ടേ. ഗ്രാം സ്റ്റെയിൻ പ്രോസസ്സിന് ശേഷമാണ് ഈ ബാക്ടീരിയാസ് ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആവുന്നത്. ബ്ലൂ ഓർ പർപ്പിൾ. ഓക്കെ, ബ്ലൂ ഓർ പർപ്പിൾ ആണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവും, റെഡ് ആൻഡ് പിങ്ക് ആണെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ്സും ആയിരിക്കും. ക്ലിയർ ആയോ? അല്ല മാം, ഈ പോസിറ്റീവിനും നെഗറ്റീവിന്റെ എക്സാമ്പിൾ മാം പറഞ്ഞല്ലോ. ഞാൻ വിബ്രിയോ കോളറ, ഈ കോളി. ഗ്രാം പോസിറ്റീവ്സിന്റെ എക്സാമ്പിൾസ് ആണ് ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ. ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ. ഓക്കെ, ഗ്രാം നെഗറ്റീവിന് എക്സാമ്പിൾസ് ആണ് ഈ കോളി, വിബ്രിയോ കോളറ. ഗ്രാം നെഗറ്റീവ്സ് ആണ് ഈ കോളി, വിബ്രിയോ കോളറ. ഞാൻ MCQന്റെ കൂടെ പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, ഓക്കെ, ബൈ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം അപ്പോ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.